നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. വന്ദേ മാതരം. വന്ദേ മാതരം. രാജ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വനവും വനവിഭവങ്ങളും. പക്ഷേ കേരളത്തിൻ്റെ മാത്രം ഈ വനവും വനവിഭവങ്ങളും സംരക്ഷിച്ച് നിർത്തുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മതിയായ ആയുധങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയ പരാതിയാണ് ഉയർന്നു കേൾക്കുന്നത്. എന്താണ് സാർ ഇതിന് വിഷയത്തിൽ പറയാനുള്ളത്? അരി പറഞ്ഞ ആ ഒരു സെൻറ്റൻസിനകത്ത് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ആദ്യം അരി പറഞ്ഞ ഈ വനസമ്പത്തെന്ന്. ആക്ച്വലി വനസമ്പത്തെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മുടെ രാജ്യത്തിൻ്റെ, നമുക്ക് രാജ്യം വിടാം, നമ്മുടെ രാജ്യത്തിന് 27% മറ്റേ ഉള്ളൂ ഫോറസ്റ്റ് കവർ. നമുക്ക് കേരളം എടുക്കാം. കേരളം ആണ് ഇന്ത്യയിൽ 3ാമത്തെ സ്റ്റേറ്റ് മറ്റാണ്. 57% ഫോറസ്റ്റ് ഇവിടെ ഉണ്ട്. വലിയ കാടുള്ള ഇന്തോനേഷ്യയ്ക്ക് പോലും 57 ഇല്ല, 55 50 ഒക്കെ ഉള്ളൂ. അപ്പോൾ 57% കവറേജ് ഇവിടെ ഉണ്ട്. തമിഴ്നാടിന് 20, ആസാമിന് 30, പിന്നെ വെസ്റ്റ് ബംഗാളിനും അബൌട്ട് റഫ്ലി 20, ബിറ്റ്വീൻ 20 and 30 കവറേജേ ഉള്ളൂ. 20-30 കവറേജേ ഉള്ളൂ. അപ്പോൾ ഇത് കവറേജ്, ഫോറസ്റ്റ് കവർ എന്ന് പറഞ്ഞാൽ ആമസോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശ്വാസകോശമാണ്. അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ ശ്വാസകോശമാണ് ഈ പാവപ്പെട്ട ഹരി ചൂണ്ടിക്കാണിച്ച പോലെ ഈ ഫോറസ്റ്റ്. പ്രത്യേകിച്ച് എനിക്കൊണ്ട് റേഞ്ചർ തൊട്ട് താഴോട്ട്, റേഞ്ചറുടെ മുകളിൽ ഞാൻ പറയില്ല. അവർ നല്ല ഓഫീസിലെ എയർ കണ്ടീഷൻ അതിനകത്ത് അത് കുഴപ്പമൊന്നും ആയിട്ടല്ല, കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരൊക്കെ ഒരു കുഴപ്പമില്ലാതെ തന്നെ ഇരിക്കണം. പക്ഷേ ഇവർ ഈ 970 രൂപ മറ്റാണ് ഈ വാർഡൻസിന് കിട്ടുന്നത്. ഈ ബീറ്റ് ഫോറസ്റ്റിൽ അതിനും താഴെയുള്ള ബീറ്റ് ഫോറസ്റ്ററൊക്കെ പെട്രോളിങ്ങിന് വേണ്ടി ഫോറസ്റ്റ് വാർഡൻസ് അത് ഡെയിലി ബേസിനാണ്. അത് എബൌട്ട് 4,000 to 6,000 ഉണ്ട്. അല്ല, 4,000 ഉള്ളൂ, സോറി 4,000. ടോട്ടൽ 6,000 മറ്റേ ഉള്ളൂ ഫോറസ്റ്റ് IFS അടക്കം. അപ്പോൾ 4,000ഓളം ഇവരാണ്. പക്ഷേ പോലീസിനൊക്കെ 60,000 ഒക്കെ ഉള്ളപ്പം കുറവാണ്. പക്ഷേ ഇവർ ചെയ്യുന്ന ജോലി ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കഷ്ടമാണ് അവരുടെ കാര്യം. അവർക്ക് ഇപ്പം ഇത് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം, ആറളം ഫാമിൽ ഒരു റോഗ് എലഫൻറ്റ് ഫോറസ്റ്റ് ഒഫീഷ്യൽസ് പെട്രോളിംഗ് ബീറ്റ് നടത്തിക്കൊണ്ടിരുന്നവനെ ഓടിച്ചു. 3-4 പേരുണ്ട്. അതിൽ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആന, അല്ലെങ്കിൽ ഒരു വൈൽഡ് ബോർ, അല്ലെങ്കിൽ ഒരു ടൈഗർ ചിലപ്പം നേരിട്ട് വരുമായിരിക്കും, ലെപ്പോർഡ്, കരടി, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഓഫീഷ്യൽസിൻ്റെ അടുത്ത് വടി വെച്ചിട്ടാ പോടാ എന്നൊക്കെ ഇങ്ങനെ പറയാനേ പറ്റൂ. വേറെ ഒന്നുമില്ല. അവരുടെ ഒരു മറ്റേ ചെറിയ ക്രാക്കേഴ്സൊക്കെ ഉണ്ട്. ആനയെതിരെ ക്രാക്കറൊക്കെ എറിഞ്ഞ് ആന അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. അതൊന്നും പോരാ. ഈ അതുപോലെ തന്നെ പോച്ചേഴ്സ്, നമ്മള് വളരെ പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള പോച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പിടിയാണ്. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഏതോ ഒരു ചാനല് പിന്നെ 10 കോടി രൂപയുടെ തടിയാണ് വിട്ടത്, റോസ്വുഡും ടീക്കും. ഒരു അവർക്ക് അതിന് വേണ്ടിയിട്ട് ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് 64 ലോ വരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അതെ, ഈ ഹരിക്കും എനിക്കും ഫോറസ്റ്റിനകത്തൊരു ടീക്ക് കണ്ട അതിൻ്റെ അടുത്ത് പോകാനേ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ 2000 സംതിങ് ഈ അലീജ്ഡ് ബ്രദേഴ്സ് അവർ 2000 തമ്മിൽ ടീക്കും റോസ്വുഡും ഈ ഫോറസ്റ്റിനെയൊക്കെ വെട്ടി. തീർച്ചയായിട്ടും മോളിൽ നിന്ന് വന്നതാണ്, അല്ലാതെ ഈ താഴെയുള്ള പട്രോളിങ് ഫോറസ്റ്റ് ഓഫീഷ്യൽസ് വെച്ച് ഇതൊന്നും ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് 570 കേസെടുത്തിട്ടുണ്ട് ഈ ഏതോ ഒരു ചാനൽ ഉടമസ്ഥൻ്റെ പുറത്ത്. 570 കേസ്. അപ്പം ഞാനിത് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. ഏതോ ഒരു തടിക്കച്ചവടക്കാരൻ കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഹരി അവിടെ ജഡ്ജായിരിക്കണമെങ്കിൽ പോലും ഞാൻ ഒരു പരാതി കൊണ്ട് ഹൈക്കോടതിന് മുമ്പേ കൊണ്ട് ആ പരാതിയിൽ മാത്രമേ നമുക്ക് ആ എവിഡൻസ് അതൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് വേറെ പല പോക്കർത്തനം ചെയ്തിട്ടുണ്ടെന്ന് ഹരിയെടുത്ത് പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇങ്ങനെ ചെയ്യണം. അപ്പം ഇതൊന്നും പറയാതെ തടിക്കച്ചവടക്കാരെ 1 കോടി രൂപ ഇങ്ങനെ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ കാര്യം മാത്രമേ ഹൈക്കോടതിന് മുമ്പേ ഉള്ളൂ. അപ്പോൾ ബാക്കി ആ 570 കേസ് 570 FIR എടുത്തത്
എങ്ങോട്ട് പോയി? ആരും നോക്കാനും ഇല്ല, ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. അപ്പൊ അത് കഷ്ടമാണ്. അപ്പൊ ഇതെല്ലാം മാനിപ്പുലേഷൻ. ഇപ്പോ അത് ഏറ്റവും ശക്തമായി ഈ വനം കൊള്ളക്കെതിരെ വാദിച്ച അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ആ പത്രപ്രവർത്തകനെ അവർ പർച്ചേസ് ചെയ്തു, ലക്ഷങ്ങൾ കൊടുത്ത് പർച്ചേസ് ചെയ്തു, ആ ചാനലിന്റെ മുകൾ തട്ടിൽ കൊണ്ടുപോകാണ്. അപ്പോൾ അതിനുശേഷം സർക്കാരിനെ മാനിപ്പുലേറ്റ്, ആദ്യം സർക്കാരിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തത്, നിയമം വരെ അവർ മാനിപ്പുലേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഒരു ടോട്ടൽ മാനിപ്പുലേഷനാണ്. അത്രയും പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വോച്ചർ എന്നാണ്. ശരിയാണ്. അപ്പം നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 57% ഇന്ത്യയിലെ ടോപ്പ് ഫോറസ്റ്റ് കവറേജ് കൊടുക്കുന്ന ഈ കേരളത്തിന് അതിൻ്റെ ക്രെഡിറ്റ് ഈ റേഞ്ചർ തൊട്ട് താഴോട്ടുള്ള ഒഫീഷ്യൽസിൻ്റെ. അവരൊക്കെ ശരിക്കും ജോലി ചെയ്യുന്നുണ്ട്. അവർ മഴ നനഞ്ഞ് ഈ 970 രൂപ കൊടുത്ത് ഡെയിലി വേജസുള്ള അവരില്ലേ, അവർ ഒരു വെപ്പൺസും ഒന്നും ഇല്ലാതെ ഒരു വടിയും ഒരു നൈഫും പിന്നെ പാമ്പ് കടിക്കാതിരിക്കാൻ വേണ്ടി നീളത്തിലുള്ള ഒരു ഷൂവും അല്ലാതെ വേറെ ഒന്നുമില്ല. ആന വന്നാൽ ഓടാനേ പറ്റൂ. ആനയുടെ മുമ്പ് ഓടിയാൽ രക്ഷപ്പെടില്ല. അവർക്ക് തന്നെ അറിയാം, ഫോറസ്റ്റുകാർക്ക് തന്നെ അറിയാം. അപ്പം ഞാൻ ഈ കുറച്ച് നാളിന് മുമ്പ് 3 വർഷത്തിന് മുമ്പ് ഈ അച്ചൻകോയിൽ അറിയാമല്ലോ, അച്ചൻകോയിലിൻ്റെ ആ ടോപ്പിൽ കയറി അതുവഴി തെങ്കാശിയിൽ ഇറങ്ങാം. അപ്പം എനിക്ക് ഫോറസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കിട്ടണ അവസരത്തിലൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരും അവരൊക്കെ ഉണ്ടല്ലോ, അപ്പം ഞാൻ പോയി ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിക്കും. അപ്പം ഞാൻ അവിടെ ഈ അതിൻ്റെ ടോപ്പിൽ തെങ്കാശിക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വലിയ അമ്പലമുണ്ട്, ഭയങ്കര ഹൈറ്റിൽ, തെങ്കാശിയിൽ. അതിൻ്റെ അടുത്താണത്. അപ്പം ഞാൻ ഇതുണ്ടോ പട്രോളിങ് ഓഫീസേഴ്സ്, പിന്നെ ആ മെന്നെ ലോവർ ലെവലിലുള്ള അവരാണ് ഈ 57% കവറേജ് നിർത്താനുള്ള മെയിൻ കാരണം. അവർ കിടക്കണ സ്ഥലം ഞാൻ പോയി നോക്കി. എനിക്ക് ഭയങ്കര വിഷമം വന്നു. അന്ന് നമ്മൾ ഈ ചാനൽ ചർച്ചയിലൊന്നും നമ്മൾ നമ്മളിങ്ങനത്തെ എപ്പിസോഡൊന്നും ചെയ്യാറില്ലല്ലോ. അന്നേ എൻ്റെ മനസ്സിൽ ഈ കനൽ കിടക്കുകയാണ്. ഈ നമ്മളെ പിച്ചക്കാരില്ലേ റോഡിൽ, ചില തമിഴ് പിച്ചക്കാരൊക്കെ, അവർ കിടന്നുറങ്ങണ കുറച്ചുകൂടി വൃത്തിയുണ്ട്. ഇവർക്കൊന്നുമില്ല ഒരു മനുഷ്യാവകാശം. ഏതെങ്കിലും ഒരു IFS ഓഫീസർ ഈ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിസിറ്റ് ചെയ്തു, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം അവർ വിസിറ്റ് ചെയ്ത് അവരെങ്ങനെ തലോ ചെയ്യും, ഇവർ കിടക്കാം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെയാണോ കിടക്കണം? സാറേ പിന്നെ എന്താ ചെയ്യും, നമുക്ക് വേറെ സ്ഥലമില്ല, നമുക്ക് ഈ പൈസ ഇത് കൊണ്ടുപോയി 970 രൂപ കിട്ടിയിട്ട് വേണം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി. അത് മാത്രമല്ല ഹരി, ഈ 970 രൂപ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ചെക്ക് ചെയ്ത് നോക്ക് കഴിഞ്ഞ മാസത്തെ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഓഗസ്റ്റ് അല്ലേ, ജൂൺ മാസത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ ഓരോ മാസത്തെയും കിട്ടില്ല, പെൻഡിങ് ആണ്. അതുപോലും നേരെ കൊടുക്കില്ല. ഈ കഷ്ടപ്പെട്ട പരാതിപ്പെടാനില്ല, പറഞ്ഞു വീട്ടിൽ പോയിക്കളാൻ പറയും, വേറെ ആളെ എടുക്കും. അതാണ് ഡെയിലി വേജസ്കാർക്ക് പരാതിപ്പെടാൻ പറ്റില്ല. പക്ഷേ ഈ ഡെയിലി വേജസ് എല്ലായിടത്തും ഉണ്ട്. KSEBയിലെ ഡെയിലി വേജസ്കാരനല്ല ഈ ഫോറസ്റ്റിലെ. ഞങ്ങളുടെ പോലീസിനകത്ത് ഈ പോലീസിൻ്റെ ജോലി കുറച്ചുകൂടെ എൻ്റെ അഭിപ്രായത്തിൽ സുഖമാണ്. കാര്യം ഞാൻ ഒന്നുമില്ലെങ്കിലും ഈ കുറച്ചുകൂടെ ബോധമുള്ള ആളുകളുമായിട്ട് ജനങ്ങളുമായിട്ടല്ലേ ഇടപഴകുക. റൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അതല്ലല്ലോ. ഇപ്പം മർഡർ കേസിലെ പ്രതിയെ ഓടിച്ചിട്ട് പിടിക്കുക അത് വേറൊരു റിസ്ക്കാണ് നമ്മുടെ പോലീസിന്, അല്ലെ ടെററിസ്റ്റിനെ പിടിക്കുക. മനുഷ്യരാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ കിട്ടില്ല. ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഡ്രോൺ ഉണ്ട്, ഉണ്ട്, മറിച്ച് ശരി ഇതെല്ലാം ഉണ്ടായിട്ട് ആന എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ടൈഗർ എവിടെ നിൽക്കുന്നു എന്ന് പോകുമ്പോഴായിരിക്കും ബാക്കി കൂടെ വരണത്. പിന്നെ മറ്റേ ഒരു ആനയുണ്ടെല്ലാം തമിഴ്നാട്ടിൽ കയറ്റി വിട്ടത്, അതിൻ്റെ പെട്ട പാട് നമുക്കറിയാം. ഫേമസ് മറ്റേ അരിക്കൊമ്പൻ അത് തമിഴ്നാട്ടിൽ പോയി 2 മാസം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു വിടാം. അപ്പോൾ അതിനെ ഓടിച്ചു വിട്ടാൻ ഒരുപാട് ലോറി കൊണ്ടുവരണം, ഡീസൽ കൊണ്ടുവരണം, ഒരുപാട് എക്സ്പെൻസ്, ഇതൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരു രസകരമായ ഐറോണിക്കലായിട്ടുള്ള വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലപ്പെടുന്ന, അതായത് കഴിഞ്ഞ 5 വർഷത്തിനകത്ത് റഫായിട്ട് 400 പേരെ ആന ചവിട്ടി കൊന്നിട്ടുണ്ട്. ആനയെ ഈവൻ പന്നിയുണ്ട്, പക്ഷെ ആനയാണ് കൂടുതൽ. 400 പേര്. അതിനകത്ത് 100 പേര് നമ്മുടെ ഫോറസ്റ്റ് ഈ പാവപ്പെട്ട ഈ താഴേക്കിടയിലുള്ള അവരെയാണ്. 100 പേരെ കഴിഞ്ഞ 5 വർഷത്തിനകത്ത്. പിന്നെ അപ്പം ഈ സിവിലിയൻസിനും ഇവർക്കും ഒക്കെ കോമ്പൻസേഷൻ കൊടുക്കുമല്ലോ. എത്രയോ കോടി രൂപയാണ്, ഞാനത് മറന്നുപോയി, കൊടുക്കുന്നത്. അതിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ ഒരു 2 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ, അത് എനിക്ക് വേണ്ടി 20-30 കോടി രൂപയാണ് കൊടുക്കുന്നത് കോമ്പൻസേഷൻ. ഒരു 2 കോടി രൂപ ഉണ്ടെങ്കിൽ ഇവർക്ക് സേഫായിട്ട് പട്രോൾ ചെയ്യാനും ഭയമില്ലാതെ അവരുടെ ജോലി ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അവർക്ക് അസോസിയേഷൻ ഇല്ല,
അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതിന് എനിക്കൊന്നിന് എല്ലാം കൂടെ 2000-3000 രൂപ സ്റ്റാഫേ കാണുള്ളൂ, ഇവരെ കൂട്ടാതെ, ഡെയിലി വേസ്റ്റ് കൂട്ടാതെ. അപ്പോൾ അവർ വളരെ പക്ഷേ ഈ ഒരു കുഞ്ഞ് സ്റ്റാഫാണ്, ട്രെമൻഡസ് ജോലിയാണ് അവർ ചെയ്യുന്നത്. വലിയ അതിർത്തിയാണ്. മൊബൈൽ ഫോൺ കിട്ടില്ല നമുക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ. പിന്നെ റിസ്ക് ആണ്. രാത്രിയിൽ വേറൊരു കാര്യം, രാത്രിയിൽ എങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല. രാത്രിയിൽ എങ്ങനെ പെട്രോൾ ചെയ്യും? ആനയ്ക്ക് ഏറ്റവും കണ്ണു കാണുന്നത് കടുവയ്ക്കും പുലിക്കും രാത്രിയാണ്. അപ്പൊ പിന്നെ മണം, നമ്മുടെ മണം കൃത്യമായി കറക്റ്റ്. ലോകത്തിലെ ഏറ്റവും മണം പിടിക്കുന്ന ഈ ഘ്രാണശക്തിയുള്ള ജീവി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആനയാണ്. ആനയെക്കാളും വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ ദൂരെ അത് വന്ന് നമ്മളെ പണിയും. അപ്പോൾ പണിയാണ് ഇവരെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ചാനലിൽ പോലും ഒന്നും വന്നില്ല. ആറളം ഫാമിലി ഓടിച്ചതെന്ന് ഒന്നും വന്നില്ല. വലിയ ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. അത് കഷ്ടമല്ലേ? അവർ ചെയ്യുന്ന ജോലി എന്തൊരു ജോലിയാണ്. ഇപ്പം പോലീസിനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോലെസ്നെസ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അതല്ല, നമ്മുടെ വലിയ സംഘടനയും ഒരുപാട് ആൾക്കാരും പുറകിലും, അല്ലെങ്കിൽ പണത്തിന്റെ സപ്പോർട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ. പിന്നെ അച്ഛൻ വേണം, അച്ഛന്മാർ വേണം, ഗോഡ് ഫാദേഴ്സ്. അതൊന്നും ഇവർക്കില്ല. അപ്പം എനിക്ക് നമുക്ക് ഈ നമ്മുടെ ഈ ചാനലിന് ബഹുമാനപ്പെട്ട, നമുക്കിപ്പോൾ അതല്ലേ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട CMൻ്റെ അടുത്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഇവരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇവർക്ക് ഉടനടി തമിഴ്നാട് മധ്യപ്രദേശ്, ആസാം ഇവിടെ എല്ലാം ഗൺ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ തമിഴ്നാട്ടിൽ സാൻഡലിൽ തൊട്ടാ വെടിവെക്കുമെന്നാണ് പറയുന്നത്. അവർ വെക്കുകയും ചെയ്യും. അപ്പം ഇവർക്കൊരു ബെറ്റർ എക്യുപ്മെൻറ്റ്സ് കൊടുക്കുക, അവരുടെ സ്വയരക്ഷയ്ക്ക്. അപ്പം അതുപോലെ അവരുടെ കണ്ടീഷൻസ് ഒന്ന് മെച്ചപ്പെടുത്തുക. അവരിങ്ങനെ ഈ പിച്ചക്കാർ കിടക്കുന്ന പോലെ ചില സ്ഥലത്ത്, അവിടുത്തെ ടോപ്പോഗ്രാഫിയും ജോഗ്രാഫിയും അങ്ങനെയാണ് എങ്കിലും അവർക്കൊരു വൃത്തിയുള്ള, ഇതുപോലെ മഴയത്താണ് ഞാൻ പോയത്, കംപ്ലീറ്റ് വാട്ടർ ലഗൂൺ ലോഗിങ്, അതിൻ്റെ മധ്യത്താണ് അവർ കിടക്കുന്നത്. അത് കഷ്ടമാണ്. അതൊന്ന് CMനെ പോലുള്ള അടിയന്തരമായിട്ട് അതിനകത്ത് ഇടപെട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. ഈ ആറളം ഫാമിലി അവരിറങ്ങി ഓടിയതുപോലെ, ഒന്നുമില്ലെങ്കിലും തോക്കുണ്ടായിരുന്നെങ്കിൽ മുകളിലോട്ട് ഓടിച്ചെങ്കിലും ആന തിരിച്ച് ചിലപ്പോൾ പോയെന്നിരിക്കും. ഇത് ഈ വേറെ 1-2 എക്യുപ്മെൻറ്റ്സൊക്കെ അവരിലുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആന ഭയങ്കര ബുദ്ധിയല്ലേ, ആനയ്ക്ക് അതുകൊണ്ടൊന്നും ഒരു മൈൻഡും ഇല്ല. അപ്പോൾ അവരെ രക്ഷിക്കുക. അവരുടെ ജോലി കൊണ്ടാണ് ഈ 57% നമ്മുടെ കേരളത്തിൻ്റെ ശ്വാസകോശം. ഇപ്പോൾ ഹരി നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ല, മഴ 2 പ്രാവശ്യം മഴ പെയ്യുന്നത് ഇവർ ജോലി ചെയ്യുന്നുണ്ടാണ്. ഈ ഫോറസ്റ്റ് ഉള്ളതാണ്. ഈ ഫോറസ്റ്റ് എല്ലാം വെട്ടിക്കളഞ്ഞ കിട്ടില്ല, എല്ലാം പോയി, കേരളം തീർന്നു. അല്ലാതെ തന്നെ കേരളം തീർന്നു കിടക്കുക. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട CM ഇതൊന്ന് ശ്രദ്ധിക്കണം. ഫോറസ്റ്റ് മിനിസ്റ്റർ അടിയന്തര എക്സാക്ട് ഞാൻ വിട്ടുപോയി. നിങ്ങൾ പറഞ്ഞത് ഒരു മെയിൻ പോയിന്റാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മെയിൻ ഈ ഫോറസ്റ്റിനകത്തുള്ള പ്രശ്നങ്ങളുണ്ടാണ്. ഇതേപോലെ ഇതെവിടെ വയനാടല്ലേ, മറ്റേ ചുരൽമലയും മുണ്ടക്കൈ അല്ല, മറ്റേ തടി വെട്ടിക്കൊണ്ടുപോയത് വയനാട്. വയനാട്. അപ്പം നിങ്ങൾ 2000 ചില്ലാനും ഇത് വെട്ടിക്കൊണ്ടുപോയ അവിടുത്തെ ഭൂമിയുടെ ഉറപ്പിന്റെ കാര്യം ആലോചിച്ചു. അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായില്ലെങ്കിൽ, അപ്പം ഇതേപോലെ അക്കൗണ്ട് ചെയ്യപ്പെടാത്ത രീതിയിൽ ഈ ഡീഫോറസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ അത് ആരും ഹൈലൈറ്റ് ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഒരു കാരണം. ചുമ്മാ നിൽക്കണം, മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉണ്ടാവും. അപ്പം ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഒരു ഘടകമാണ്. അവരെ ഒന്ന് പ്രോപ്പപ്പ് ചെയ്യുക. ഈ ഫോറസ്റ്റ് ലോവർ സബോർഡിനേറ്റ് ഓഫീസേഴ്സിനെ പ്രോപ്പപ്പ് ചെയ്യുക. റേഞ്ചർ വരെ ഉള്ളവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ പട്രോളിങ്ങിന് പോണവരെ ഇങ്ങനെ അയക്കരുത്. അത് ഭയങ്കര അപകടമാണ്. അവർക്ക് ഒരു 10 ലക്ഷം രൂപ മരിച്ചു കഴിഞ്ഞാൽ കൊടുത്തിട്ട് കാര്യമില്ല. ഡെയിലി വേജസാണ്, കൊടുത്തിട്ട് കാര്യമില്ല. മനുഷ്യരാണ്. അബൌട്ട് 100 പേഴ്സൺസ് കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഫോറസ്റ്റ് ഓഫീഷ്യൽസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 100. വനവും വനവിഭവങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകം വനവൽക്കരണത്തിൻ്റെ പാതയിലാണ്. നമുക്ക് വനവൽക്കരണം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഈ വനത്തെ ഈ രീതിയിൽ സംരക്ഷിച്ചു തന്ന മനുഷ്യരായി കാണണം. അവരുടെ രക്തത്തിനും പങ്കുണ്ട്, അവരുടെ രക്തത്തിനും ജീവന് വിലയുണ്ട് എന്നുള്ള കാര്യം അധികാരികൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് വേണ്ടി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം.